പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എന്നെ കാണാൻ വരുന്ന അച്ഛന്മാരും അമ്മമാരും ഇന്നത്തെ തലമുറയിൽ അമ്പലത്തിൽ പോകണം, പൂജകൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളോ അവരൊന്നും ഇതിനൊന്നും തയ്യാറല്ല എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയാറുള്ളത്, ഇപ്പോഴത്തെ തലമുറയല്ല, മുന്നത്തെ തലമുറ അടക്കം എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുള്ള ആളാണ്, പള്ളികളിൽ പോയിട്ടുള്ളതാണ്, പലതരത്തിലുള്ള മതപരമായ കാര്യങ്ങളിൽ പോയിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായില്ല. കുറെ പണവും കുറെ സമയവും പോയി എന്നല്ലാതെ എനിക്ക് ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നോട് പറയാറുണ്ട്. അപ്പോ ഞാൻ അതൊക്കെ ഇരുന്ന് കേട്ടിരുന്നിട്ട് അവർ പറയുന്നത് 100% ശരിയാണ്. ഒരിക്കലും നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണേ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനോ ഗൈഡ് ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഞാനും എൻ്റെ ജീവിതത്തിലും ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഈ സമയം നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിരുന്ന ആ എൻജോയ്മെന്റുകളിലും കിട്ടും എന്ന് തന്നെ മാനസികപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ ശരിയോ തെറ്റോ ഉണ്ടോ എന്നല്ല, നമുക്ക് അനുഭവം വേണ്ടേ. അപ്പൊ അങ്ങനെ ഞാൻ അവരോട് പറയുമ്പോൾ അവരുടെ കൃത്യമായിട്ട് ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് വേണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗകര്യങ്ങൾ വേണം, നമ്മുടെ ജീവിതത്തിൽ നല്ല കുടുംബജീവിതം വേണം, നല്ല ആരോഗ്യമുള്ള ജീവിതം വേണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതൊക്കെ നമുക്ക് എങ്ങനെ കിട്ടാം? നമുക്ക് നല്ലൊരു ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു ഡയറ്റ് പ്ലാൻ പറയും. ഇന്ന ഫുഡ് കഴിക്കൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, ഇന്ന പ്രോട്ടീൻ, ഇന്ന തരത്തിലുള്ള കാര്യങ്ങൾ കഴിച്ചാൽ സൗന്ദര്യം ഉണ്ടാവും എന്നൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനും നമുക്ക് ഒരുപാട്, ഇപ്പൊ ഗൂഗിളിലും യൂട്യൂബിലും ഒരുപാട് ട്രെയിനേഴ്സും എല്ലാവരും ഉണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് അനുഭവമുള്ള കാരണം എന്തായി, അത് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഇത് തന്നെയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിലുള്ളത്. നമുക്ക് ഒരു സമ്പത്ത് വേണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഒരു പ്രോട്ടീന്റെ ഒരു കുറവ് വരുമ്പോൾ ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇന്ന് രോഗം വരുന്നതെന്ന് അറിയുമ്പോൾ അതിനുവേണ്ടി പ്രോട്ടീൻ എടുക്കുന്നത് പോലെ നമ്മളുടെ കയ്യിലുള്ള സമ്പത്ത് നമുക്ക് വരാനും പോവാനുമുള്ള ഇതിന്റെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി, ഒരു കുറവ് നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഇന്നൊരു കാര്യം എന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനൊരു കുറവുണ്ടായും ചെയ്താൽ പിന്നെ ആൾക്കാർ അത് സ്ഥിരമായി ചെയ്യും. അപ്പോ ഞാൻ വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകളും ഹോമങ്ങളും അതുപോലെ തന്നെ ഗുരുതി പൂജകളും നിവേദ്യ പൂജകളും എല്ലാം ഞാൻ ചെയ്യാനുള്ള കാരണം, എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകൾ വന്നപ്പോ അതിനൊക്കെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും എന്ന് പറയുകയും അത് ഞാൻ ചെയ്തപ്പോ എനിക്ക് ആവുകയും ചെയ്തപ്പോഴാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, നമുക്ക് ചുറ്റും ഒരു കാന്തിക വലയമുണ്ട്. ഒരു മാഗ്നറ്റിന് ഒരു കാന്തിക വലയുള്ള പോലെ നമ്മളത് കാണണമെന്നില്ല, ഒരു മാഗ്നറ്റ് കാണുന്നു. പക്ഷെ ആ കാന്തിക വലയം, മാഗ്നറ്റിന്റെ കാന്തിക വലയം ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കണം എപ്പോഴാ, ആ മാഗ്നറ്റ് അവിടെ വെക്കുകയും അതിന്റെ തൊട്ടടുത്തേക്ക് ഒരു ഇരുമ്പാണി കൊണ്ടുവരുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ പഠിച്ച തിയറി അവിടെ പ്രാക്ടിക്കലായി, നമുക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമുക്ക് വേണ്ടത് പണം എന്ന് പറയുന്ന ഒരു ആണി നമ്മളുടെ ഒരു മാഗ്നറ്റിക് പവറിന്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ പണം സ്വീകരിക്കാനുള്ള മാഗ്നറ്റിക് പവർ നമുക്കുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഇങ്ങനെ പണം ഒഴുകിക്കൊണ്ടിരിക്കും. നമുക്ക് ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ വരുമ്പോൾ അത് അട്രാക്റ്റഡ് ആവും, അപ്പൊ ആരോഗ്യം വരും. നല്ല കുടുംബജീവിതമാണെങ്കിൽ, നല്ല ദാമ്പത്യ ജീവിതമാണെങ്കിൽ, നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിനൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ, അതിന്റെ ശക്തി നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണല്ലോ ഇതിന്റെ പിന്നിൽ വരുന്ന ഒരു ലോജിക്ക്. ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകളും പൂജാ സംവിധാനങ്ങളും ഇതുപരമായി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മതങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും ഇതുമായ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഓർഡർ പലപ്പോഴും സാധാരണ ആൾക്കാരിലേക്ക് കിട്ടാറില്ല. അവര് 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കാര്യം നടക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയല്ലാതെ കൃത്യമായി ഒരു വ്യക്തി ജിമ്മിൽ പോകുന്നത്, ജിമ്മിൽ ചെല്ലുന്നു, ഇന്ന സമയത്താണ് ജിം ഓപ്പൺ ചെയ്യണത്, ഇത്ര രൂപയാണ് ഫീസ് കെട്ടേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ, ഇങ്ങനെ ഇത്ര മാസങ്ങളോളം ഈ വർക്കൗട്ടുകൾ ചെയ്താൽ നിങ്ങൾക്ക് മസിൽ വരും, ബോഡി ഇങ്ങനെയാവും എന്ന് അവനോട് പറയുകയും അതിനനുസൃതമായിട്ട് അവൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അവന് റിസൾട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തന്നെ ജിമ്മിന് പോവും. ഇത് തന്നെയാണ് നമ്മൾ അമ്പലങ്ങളിലായാലും ഏത് മതപരമായ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ അതിന്റെ ഭാഗമായി മുന്നോട്ട് പോയിട്ടുള്ളത്.
ഇത് റിസൾട്ട് ഒന്നുമില്ല. എല്ലാ ദിവസവും കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ വെറുതെ ഇരുന്ന് മണിയടിക്കുക, പൂജ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ എല്ലാവർക്കും ബോറടിക്കും. പക്ഷെ നമുക്കും മനസ്സിലാവണ് ഒരു കാര്യം, വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന എന്റെ സങ്കല്പത്തിലുള്ള ചാത്തന്മാർ എന്ന് പറയുന്ന അതിശക്തമായ എനർജിയുടെ സങ്കല്പത്തിൽ ഞാൻ പൂജകളും ഹോമങ്ങളും നിവേദ്യ പൂജകളും അതിനനുസൃതമായ ഗുരുതി പൂജകളും ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ സ്പിരിച്വൽ ഓറയിലും കാന്തിക ശക്തിയിലും നമുക്ക് വേണ്ട ജീവിത വിജയം വളരെ വേഗത്തിലാണ് കിട്ടുന്നത്. കാരണം അത്രയും പവർഫുൾ എനർജിയാണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക. അത്രയും പവർഫുൾ എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ആ എനർജിയെ നമുക്ക് കൃത്യമായിട്ട് സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾക്ക് വർക്കൗട്ട് ആവുന്നു. ഇത്രയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പാറ്റേൺ, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ ഹോമങ്ങളും പൂജകളും എല്ലാം വളരെ ജനകീയമായി ചെയ്യുകയും അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അത് എന്റെ അടുത്ത് വന്ന് ചെയ്യണം എന്നല്ല, ഇതാണ് പാറ്റേൺ. ഈ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ എവിടെ പോയിട്ട് നിങ്ങൾ പൂജകൾ ചെയ്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എടുക്കുന്ന 10 ഇരട്ടി പണിക്ക് ഇതൊന്ന് ചെയ്താൽ ആ പണി എടുക്കാതെ അത്രയധികം ഇഫേർട്ട് ഇടാതെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലായാലുണ്ടല്ലോ എല്ലാവരും ഇത് ചെയ്യും. കാരണം ആർക്കാണ് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഇഷ്ടം? ആർക്കാണ് ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ ഇഷ്ടം? ആർക്കാണ് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ ഇഷ്ടം? ആർക്കാണ് ഇങ്ങനെ ശിഥിലമായ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ ഇഷ്ടം? ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നമുക്ക് വളരെ വേഗത്തിൽ വളരെ സന്തോഷത്തോടെ അധികമൊന്നും ഇഫേർട്ട് ഇടാതെ ഹാർഡ് വർക്ക് ചെയ്യാതെ വളരെ ബുദ്ധിപൂർവ്വം സ്മാർട്ട് വർക്ക്. ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് പണിയെടുത്ത് ജീവിച്ചൂടെ? പണിയെടുക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിൽ പണി എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. അതായത് കഴുത്തിന് മുകളിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അത് ബുദ്ധിപരമായി പണിയെടുക്കുന്ന ആൾക്കാർ. കഴുത്തിന് താഴേക്ക് പണിയെടുക്കുന്ന ആൾക്കാർ അവരെന്താണ്? ഹാർഡ് വർക്കേഴ്സ് ആണ്. ഇപ്പോ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ മസിൽ പവറിന്റെ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ തരത്തിലുള്ള വർക്ക്, അതിനെ മാത്രമാണ് പണിയെടുക്കുക എന്നുള്ള മാനസികാവസ്ഥ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. അവരെ നയിക്കുന്ന, അവർ ജീവിതങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് 100% ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർക്കാണ്. അപ്പോ ഹാർഡ് വർക്ക് എന്ന് പറയുന്നതും വേണം, സ്മാർട്ട് വർക്ക് എന്നത് വേണം. രണ്ടും പണി തന്നെയാണ്. അത് കൃത്യതയോട് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് രംഗത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ഫീൽഡിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് 10,000 ഇരട്ടി ഗ്യാരണ്ടിയാണ്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് ഇതിന്റെ പവർ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് വിട്ടുപോകില്ല. എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും സ്വാർത്ഥരാണ്. അവനാൻ രക്ഷപ്പെടണം, അവനാൻ പ്രശസ്തി ഉണ്ടാവണം, അവനാൻ അംഗീകാരങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ബുദ്ധി ഉണ്ടാവാനും ഈ പാറ്റേൺ മനസ്സിലാക്കിയെടുത്ത് ഏറ്റവും ബുദ്ധിയോടുകൂടി ജീവിതത്തെ തിരിച്ചു പിടിക്കുകയും ജീവിതത്തിൽ വിജയിക്കാനും തയ്യാറാവുന്ന ഓരോരുത്തരുണ്ടാവുക എന്നത് തന്നെയാണ് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിന്റെ ലക്ഷ്യം. എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. വിഷ്ണുവായ സ്വാമിയും ചാത്തന്മാരും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.